കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം രേണു സുധിക്കും മക്കൾക്കും വീട് വെച്ച് നൽകിയ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പിന്നീടങ്ങോട്ട് പട്ടിണിയും ബിസിനസ് തകർച്ചയുമാണ് ഉണ്ടായതെന്നാണ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഫിറോസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുക എന്നത്. അതിൽ എനിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായ ശാരിക ഒരു ഫേസ്ബുക്ക് വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. വീടിൻ്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണെന്നും 1.5 വർഷം മാത്രം പഴക്കമുള്ള വീടാണിതെന്ന് കണ്ടാൽ പറയില്ല എന്നുമായിരുന്നു ശാരിക വീഡിയോയിൽ പറയുന്നത്. വീടിന് ചോർച്ചയുണ്ടെന്നും നിർമ്മാണത്തെ ചൊല്ലിയുള്ള പരാതിയുമായി രേണുവും രംഗത്ത് വന്നിരുന്നു. വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയും രേണുവും തമ്മിൽ തർക്കങ്ങളുണ്ടായി. പിന്നീടങ്ങോട്ട് കൂട്ടായ്മയുടെ തകർച്ചയായിരുന്നു. പിന്നീടങ്ങോട്ട് അവരുടെ ബിസിനസ് എല്ലാം തകർച്ചയിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയ്ക്ക് നല്ല ചീത്തപ്പേരാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒരു മയിര് പട്ടിയുണ്ട്, ഒരു രക്ഷയുമില്ല. വീഡിയോ എടുത്താൽ അപ്പം കുരയ്ക്കാൻ തുടങ്ങും. കൂട്ടായ്മ ചെയ്യുന്ന വർക്കുകൾ നിലവാരമില്ലാത്തതാണെന്ന ഒരു ഭയം ജനമനസ്സുകളിലേക്ക് നിറയ്ക്കാൻ സോഷ്യൽ മീഡിയ വഴി രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കഴിഞ്ഞു. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നല്ല രീതിയിൽ വർക്കൊക്കെ കിട്ടുമായിരുന്നു, എന്നാൽ ഇപ്പോൾ വർക്കെല്ലാം കുറവാണ്. രേണുവിനെ സഹായിച്ചു എന്ന പേരിൽ ഞങ്ങളെല്ലാം പട്ടിണിയിലാണ്. ഞങ്ങളുടെ വർക്കുകളെല്ലാം ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. അവർക്കെല്ലാം ഈ വിഷയം വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്? വീട് വെച്ച് നൽകിയവർക്കാണോ അതോ രേണു സുധിയുടെ ഭാഗത്താണോ? നിങ്ങൾ കമൻ്റ് ഇടണേ.